ശബ്ദം കേൾക്കുന്നുണ്ടോ? ജറാദ് എന്ന് പറയുന്നത് ജറാദ് വിട്ടുകളി നമ്മൾ ഇപ്പോൾ ഇവിടെ ചെറിയ സീസണുകളിൽ ഇവിടെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ പച്ചത്തുള്ളന്റെ അതേ മോഡല് ഒരു കാക്കി ഡ്രസ് ഇട്ടിട്ട് വരുന്ന സാധനം. അത് ജറാദാണോ അല്ലെങ്കിൽ ജറാദ് വേറെ എന്തോ ആണോ? ഞാൻ മദീനത്ത് പോയപ്പോ അവിടെ ഇഷ്ടംപോലെ ഇതിങ്ങനെ കണ്ടു. അപ്പൊ അത് ജറാദാണോ എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞത് ജറാദൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് ജറാദ് യഥാർത്ഥത്തിൽ ജറാദ് ഏതാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാല് ഉഷാറായിരുന്നു എന്ന് അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യും. ജറാദ് ചാട്ടി വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. പുള്ളിയുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ഒരു തരം ചാട്ടി തന്നെയാണ്. പച്ച ഇലകൾ ഭക്ഷിക്കുന്ന, കൃഷിയും മറ്റുമൊക്കെ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ചാട്ടി വർഗം തന്നെയാണ് ജറാദ്. അത് പുൽച്ചാട്ടിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് മാത്രമേ ഉള്ളൂ. അത് കണ്ടാൽ അറിയും, പ്രത്യേകം ഒരു കളറും പുള്ളിയൊക്കെ ഉണ്ടാവും. അതിന് കിളിയല്ല, ഏതായാലും കിളിയല്ല, ചാട്ടി വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മളതിന് പറയാ വെട്ടുകിളി, അങ്ങനെ തന്നെയാണ് പ്രയോഗം. വെട്ടുകിളി എന്ന് പറയുന്ന ചില ഭാഗങ്ങളിലൊക്കെ വലിയ ശല്യമായിട്ട് വരും. അങ്ങനെ വരുന്നാൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് കീടനാശിനി തളിച്ചിട്ട് നശിപ്പിക്കലാം. കാരണം ആ ഭാഗത്തുള്ള പച്ചപ്പ് മുഴുവൻ തിന്ന് നശിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ചാട്ടികളാണത്. പക്ഷെ അത് ഭക്ഷിക്കൽ ഹലാലായതിൽ പെട്ടതാണ്. ഓക്കെ, കൊടുക്കാൻ പോകാനായി, അതുകൊണ്ടാണ് ചോദിക്കാൻ വന്നത്. ഈ തിന്നാൻ പറഞ്ഞ കൂട്ടത്തില് കടലിലെ മീനുകളെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ കൂന്തളിനെ ഭക്ഷിക്കാൻ പറ്റുമെന്ന് ഒരാൾ സംശയം ചോദിച്ചത്. കൂന്തൽ കിട്ടിയത് ഇനിയല്ലോ, എന്താ അതിനുള്ള കുഴപ്പം? കാണാൻ ചൊറുക്കില്ലാഞ്ഞിട്ടാ? കാണാൻ ചൊറുക്ക് നോക്കണ്ട. കടലിലുള്ള വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന വിഷജീവിയല്ലാത്ത ഏതിനെയും ഭക്ഷിക്കാം എന്നാണ് ഷാഫി മദ്ഹബ്. മനസ്സിലായില്ലേ? വെള്ളത്തിൽ തന്നെ ജനിച്ച് ജീവിച്ച് കരയിൽ ജീവിക്കാൻ പറ്റാത്ത, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഏത് തരത്തിലുള്ള ജീവിയാണെങ്കിലും വിഷാംശം കലർന്നതല്ലാത്ത ഏതും ജീവിക്കാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മനുഷ്യരൂപത്തിലുള്ള ജലകന്യക എന്ന പേരിൽ ഒരു മത്സ്യമുണ്ട്, അതുവരെ ഭക്ഷിക്കൽ ഹലാലാണ്. പക്ഷെ കരയിലും കടലിലും കൂടിയുള്ള സൈസ് അല്ല, അത് തിന്നാൻ പറ്റൂല. തവളയൊക്കെ പോലെ. തവള വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും. ഞണ്ടുകളിൽ പെട്ട അധിക വിഭാഗവും വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും. അങ്ങനത്തത് തിന്നാൻ പാടില്ല. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണെങ്കിൽ അത് ഞണ്ടാണെങ്കിലും കൂന്തളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും വിഷമില്ലാത്ത ഏതും ഭക്ഷിക്കൽ ഹലാലാണ്. ഹലോ, സൗണ്ട് ക്ലിയർ ഉണ്ടോ? ഫസ്റ്റായിട്ട് മൈക്ക് എടുക്കുകയാണ്, അപ്പൊ അതിന്റെ ഇതൊന്നും എനിക്കറിയില്ല. മൊബൈലിൽ സാധാരണ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു നോമ്പ് കാലന് ശേഷം വായ പകർച്ചയായിട്ടില്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്ന് പറഞ്ഞിരുന്നു. തൂഫയിൽ ഇതിനെ അതൊക്കെ പഠിച്ച് നമ്മള് പിന്നെ ഹുലാസയിലൊക്കെ പഠിച്ചു വരുന്നതും ഇത് വായ പകർച്ചയായിട്ടില്ലെങ്കിലേ കറാഹത്തുള്ളൂ എന്നാണ്. അപ്പൊ ഇത് ഏതാണ് പ്രബലം എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ചോദ്യം. കേട്ടണമല്ല അറിയില്ല. അതൊക്കെ വിശദമായിട്ട് അന്ന് തന്നെ പറഞ്ഞും ചെയ്തില്ലേ? ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, അന്ന് തന്നെ അത് വിശദമായി പറഞ്ഞതാണല്ലോ. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു മുഅ്തമദാക്കിയ അനുസരിച്ച് പകർച്ച വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കറാഹത്താണ് എന്നുള്ളതാണ്. ഇബ്നു ഹജറിന്റെ തരീഖ് അനുസരിച്ച് അതാണ് മുഅ്തമദ്. എന്നാൽ പ്രത്യേക കാരണങ്ങളെ കൊണ്ട് വായ പകർച്ചയാൽ കറാഹത്തില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ തരീഖ് അനുസരിച്ച് അത് മുഅ്തമദല്ല. പക്ഷെ അത് അങ്ങനെ അമൽ ചെയ്യാം, അങ്ങനെ ഒരു ഖൗലുണ്ട്. കേൾക്കുന്നുണ്ടോ? കേട് വന്ന മുട്ടേന്റെ ഹുക്കം വന്ന കെട്ട മുട്ട നജസോ അല്ലെങ്കിൽ കെട്ട മുട്ട നജസാണ്. അതിന്റെ പുറന്തോട് നജസല്ല, ഉള്ളിലുള്ള വസ്തു നജസാണ്. അപ്പൊ അത് പുറമെ തൊട്ടത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നജസാവൂല.
പക്ഷെ അതിനെ ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ല. കാരണം അതിനകത്തുള്ള ഈ കെട്ട വസ്തു കേട് വന്നു കഴിഞ്ഞാൽ അത് രക്തം ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേടുവന്ന മുട്ട അതിന്റെ അകം നജസ്സാണ്. അത് പൊട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകേണ്ടി വരും. പൊട്ടാതെ ആണെങ്കിൽ അത് ചുമക്കാൻ പാടില്ല എന്നുള്ളൂ. തൊട്ടാൽ അതിലേക്ക് തൊട്ട വസ്തുവും നജസ്സാവില്ല. ചീമുട്ട നജസ്സാവുന്നു. ഓക്കെ, ശബ്ദം വളരെ കുറവാട്ടോ, വളരെ പരിമിത. രണ്ടാൾ ചോദിച്ചതും വളരെ ശബ്ദക്കുറവുണ്ട്. ഇത് എനിക്കൊരു വിധത്തിൽ ഞാൻ ഉള്ളിടത്തോളം പരമാവധി ഈ ബോക്സ് ശബ്ദം കൂട്ടി വെച്ചിട്ട് അങ്ങനെ സ്വകാര്യം പറയും പോലെ കേൾക്കണേ ഉള്ളൂ. അപ്പോ ഈ റേഡിയോയിലൊക്കെ കേൾക്കുന്ന ആളുകളാണ് അധികവും. അവരെ സംബന്ധിച്ച് വലിയ പ്രയാസം വരും. ചോദ്യകർത്താക്കളൊക്കെ ശബ്ദം പരമാവധി കൂട്ടി ചോദിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നേരത്തെ ക്ലാസ് എടുത്തൊരു വിഷയത്തിലുള്ള ഒരു ചോദ്യമാണ്. ഞാൻ കുറഞ്ഞ ഭാഗം എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഈ ചോദ്യം വന്നിട്ടുണ്ടോന്നും അറിയില്ല. പിന്നെ ചോദ്യം എന്താ ഉസ്താദ്, മീനൊക്കെ ഉപ്പിലിടുന്നതിനെ പറ്റി ഉസ്താദ് നേരത്തെ ഒരു മസല പറയുന്നത് കേട്ടു. അപ്പൊ അതിൽ നമ്മൾ മീനൊക്കെ ഉപ്പിട്ട് സൂക്ഷിക്കുമല്ലോ ഉസ്താദ്, കേട് വരാതിരിക്കാൻ വേണ്ടി ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതിയിലും ഇതേ മസാല തന്നെയാണോ വരിക? അതല്ലെങ്കിൽ പിന്നെ അച്ചാറ് പോലെയുള്ള ആവശ്യങ്ങൾക്കോ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്പിടുന്നതാണോ ഇത്തരം ഈ മസാല അങ്ങോട്ടാണോ വരിക എന്നാണ് അറിയാനുള്ളത്. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. കാരണം നമ്മുടെ ചെറിയ മീനുകളൊക്കെ, ചെറിയ ഐറ്റം മീൻ, വളരെ വലുപ്പം കൊണ്ടുള്ള ചെറുപ്പമുള്ള മീനുകളൊക്കെ, ഉണക്കി വരുന്ന മീനുകള്, അത് സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലും അത് ഇത്തരത്തിൽ വൃത്തിയാക്കുന്നത് കാണാറില്ല. അതും ഈ നജസിന്റെ ഗണത്തിൽ പെടുമോ എന്നാണ് ഉസ്താദ് ചോദ്യം. ഉസ്താദിന് ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം കൂടെ PM വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉണക്കൽ മീന് ഉപ്പിടുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഉണക്കൽ മീനിൽ ഉപ്പിടുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. അത് സാധനം നജസാണെങ്കിലും ചെറു മത്സ്യങ്ങളാവുമ്പോൾ അവയുടെ കാഷ്ടം കളഞ്ഞ് വൃത്തിയാക്കി ഉപ്പിട്ടുണക്കുന്നത് പ്രായോഗികമായ പ്രയാസമുള്ളത് കൊണ്ട് അങ്ങനെ ഉപ്പിട്ടുണക്കിയാലും അത് ഉപയോഗിക്കൽ ഹലാലാണ്. സംഗതി അതിന്റെ കാഷ്ടവും പെട്ടിയൊക്കെ നജസ് തന്നെയാണ്. എന്നാലും നീക്കിക്കളയിൽ പ്രയാസമുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ഉപ്പിലിട്ടുണക്കിയാൽ അത് ഉപയോഗിക്കൽ അനുവദനീയമാണ്. അതേസമയത്ത് വലിയ മത്സ്യങ്ങളാണ് ഉപ്പിലിട്ടുണക്കുന്നതെങ്കിൽ കാഷ്ടവും ഉള്ള നജസ്സുകളും ഒക്കെ നീക്കിയതിനു ശേഷമായിരിക്കണം, അല്ലെങ്കിൽ ആ മത്സ്യം തന്നെ നജസായി പോകും എന്നാ പറഞ്ഞു. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് നജസിനെ കുറിച്ച് ചോദിക്കാനുള്ളത് എന്താ വെച്ചെങ്കിൽ, ശക്തമായ ജലദോഷമുള്ള ടൈമിന് നമ്മളിപ്പോ എത്ര ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാലും റുക്കോയിലും മറ്റോ പോകുമ്പോ മൂക്കിൽ നിന്ന് പള്ളിയിലായാലും മുസല്ലയിലായാലും ഭാഗം നജസാവില്ലേ? പിന്നെ അതുപോലെ അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലീനക്സ് ഒക്കെ എടുത്തിട്ട് തുടച്ച് അനക്കം അനങ്ങില്ലേ? വാലൈക്കും അസ്സലാം. അത് സുഹൃത്തിന് തെറ്റിദ്ധാരണ. മൂക്കിൽ നിന്ന് വരുന്ന ഈ മൂക്കട്ട അല്ലെങ്കിൽ ഈ ജലദോഷം മുഖേന വരുന്ന ഈ നീര് അതൊക്കെ ത്വാഹിറ. പക്ഷേ മനഃപൂർവം പള്ളിയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് മ്ലേച്ഛ വസ്തുവാണ്, നജസല്ല. നമ്മളെ തുപ്പുനീര്, കാർക്കിച്ച് തുപ്പുന്ന കഫം, മൂക്ക് ചീറ്റുന്ന അതുപോലെ ഈ ചീരാപ്പ് തുടങ്ങിയതൊന്നും നജസല്ല, അതൊക്കെ ത്വാഹിറാണ്. പക്ഷേ ഒന്നുണ്ട്, പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പള്ളിയുടെ വിരിപ്പിലോ പള്ളിയിലോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ പള്ളി ബഹുമാനിക്കപ്പെടേണ്ട വസ്തു ആയതുകൊണ്ട് ഈ മൂക്കുന്ന് വരുന്നതും നമ്മൾ തുപ്പുന്നതും കാർക്കിച്ച് തുപ്പുന്നതും ഒന്നും നജസല്ലെങ്കിൽ പോലും മ്ലേച്ഛ വസ്തുക്കളാണ്.
മ്ലേച്ഛ വസ്തുക്കൾ പള്ളിയിൽ പുരട്ടാൻ പാടില്ല. അപ്പൊ പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും ആയതുകൊണ്ട് കുഴപ്പമില്ല, കാരണം സാധനം നജസല്ല. എന്നാൽ പള്ളി ബഹുമാനിക്കേണ്ടതാവുന്നത് കൊണ്ട് പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കൈ കൊണ്ട് തുടച്ചാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ശരീരത്തിൽ ധരിച്ച ഡ്രസ്സ് കൊണ്ട് തുടച്ചാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ ക്ലീനക്സ് കൊണ്ട് തുടച്ചാലും കുഴപ്പമില്ല. ഏതായാലും എന്താവണം, തുടർച്ചയാ 3 അനക്കം ഒന്നിച്ചു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, അത് വേറെ പ്രശ്നമാണ്. പക്ഷെ ആ സാധനം നജസ്സല്ല, ദേഹത്തിലോ വസ്ത്രത്തിലോ മറ്റോ ആയതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. പള്ളി ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലമായതുകൊണ്ട് പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് മാത്രം. പള്ളിയിലായാലും നജസ്സല്ല. ഒരു ചോദ്യം കൂടി ഇവിടെ വന്നൊരു ചോദ്യം, മെൻസസ് ടൈമിൽ ഖുർആൻ ഓതാൻ പാടില്ല, അതറിയാം. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ത്രീക്ക് പഠിപ്പിക്കുവാൻ പാടുണ്ടോ? ഇതിനെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടോ? ഓതാതെ പഠിപ്പിക്കാം എന്നത് മനസ്സിലായി. പിന്നെ ഗ്ലൗസ് ഇട്ടോ തുണി കൊണ്ട് കൂട്ടിപ്പിടിച്ചോ ആ സമയത്ത് തൊടാൻ പാടുണ്ടോ? ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു വീക്ക് ഓതിയില്ലെങ്കിൽ, ഒരാഴ്ച ഓതിയിട്ടില്ലെങ്കിൽ മറന്നു പോകില്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഒരു ടീച്ചർ ചോദിച്ചതാണ്. ഇൻഷാല്ലാ മൈക്കൂട്ട്. ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് ഖുർആൻ എന്ന ഉദ്ദേശത്തോടുകൂടി ഓതാൻ പാടില്ല. എന്നാൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മെൻസസിന്റെ ടൈമിൽ ഒരാഴ്ച പൂർത്തിയായിട്ട് ഓതാതിരിക്കുക, അതല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന 10, 35, 40 ദിവസം ഓതാതിരുന്നാൽ മറന്നുപോകും. അതിന് ശരീരം കേൾപ്പിക്കാതെ മനസ്സിൽ ഓത്ത് നടത്താം. മുസാഫ് സ്വന്തം തൊടാതെ മറ്റൊരാൾ മുസാഫ് മറച്ചു വെച്ച് അതിൽ നോക്കാം. മാത്രമല്ല, നോക്കുന്നതിനനുസരിച്ച് മനസ്സിൽ ഓത്ത് നടത്താം, ഒക്കെ ചെയ്യാം. പക്ഷേ സ്വശരീരം കേൾക്കുന്ന നിലക്ക് ഓതാൻ പാടില്ല. അതുപോലെ തന്നെ മുസാഫ് തൊടാൻ പാടില്ലാത്തതുപോലെ തന്നെ ചുമക്കാനും പാടില്ല. അത് ബോക്സിലാക്കിയിട്ടായാലും അതല്ലെങ്കിൽ അതിനുള്ളതായ പ്രത്യേക കീസിലാക്കിയിട്ടാണെങ്കിലും അതിന്റെ പുറത്ത് അല്ലെങ്കിൽ തുണി പോലത്തെ ചുറ്റിയിട്ടാണെങ്കിലും തൊടാനും ചുമക്കാനും പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ ഖൗൽ. ഓക്കെ, ഉസ്താദ് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് PM വന്നത്. മുള്ള അബു സുനാൻ ഉസ്താദ് സിനാൻ സാലിഹ് ഐഡിയയിലുള്ള അവര് മൈക്കെടുക്കാത്തോണ്ട് എടുത്താണ്. പിന്നെ ഒരു PM വന്നൊരു ചോദ്യമാണ്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയച്ചൊരു ചോദ്യമാണ്. അവർക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും മുസ്ലിങ്ങളും എല്ലാം കൂടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസില് ബാത്റൂമും എല്ലാവരും ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നത്. അപ്പൊ ക്ലീൻ ആക്കുന്ന ആളും ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെ വുളൂഅ് ചെയ്യേണ്ട ആവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ വുളൂഅ് ചെയ്യുന്ന ഭാഗം പ്രത്യേകം കഴുകി വൃത്തിയാക്കേണ്ടതുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതല്ല മറ്റൊരു വൃത്തിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വുളൂഅ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ഉസ്താദ് ചോദ്യം. മനസ്സിലായി എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിംകളും അമുസ്ലിംകളും ഉപയോഗിക്കുന്ന ബാത്റൂം, അതുപോലെ തന്നെ വുദു ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം മുസ്ലിംകളും അല്ലാത്തവരും ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുക, വുദു ചെയ്യുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വുദു ചെയ്യുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കൽ പോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മിക്കവാറും നമുക്ക് മനസ്സിലാക്കാം. അതേ സമയത്ത് നമ്മളുടെ ദൃഷ്ടിയിൽപ്പെട്ട് ഉറപ്പ് വന്നാൽ ആ സ്ഥലം വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്തോടത്തോളം ഊഹം വെച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഉസ്വാസിന്റെ ബാബ് തുറക്കേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ സൂക്ഷ്മത നല്ലത് തന്നെയാണ്. ഉദാഹരണം, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം മേത്തേക്ക് തെറിക്കാത്ത നിലക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വുദു ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അത് നിർബന്ധമില്ല.
മനസ്സിലായില്ലേ? കാരണം നജസുണ്ട് എന്നുള്ള ബോധ്യം വരാത്തിടത്തോളം കാലം ഉപയോഗിക്കൽ അനുവദനീയമാണ്. എങ്കിലും ചെറിയൊരു സാധ്യത ഉണ്ട്. കാരണം അവർക്ക് നമ്മളെ പോലെയുള്ള ദീനിയായ ചിട്ടകൾ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ സൂക്ഷ്മത പാലിച്ചില്ലെന്ന് വരും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം, വെള്ളം മേത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് വുദൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഈ തുമ്പുന്ന സമയത്ത് ഒരു പ്രാവശ്യം അൽഹംദുലില്ലാ പറയേണ്ടതാ അല്ല എങ്ങനെയാണ് ഇപ്പൊ കൂടുതലായിട്ട് കൂടുതൽ ഇപ്പൊ തുമ്പുന്ന സമയത്ത് കൂടുതൽ എങ്ങനെ പറയേണ്ടി വരുന്നു എന്ന്? അസ്സലാമു അലൈക്കും. തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം പറയൽ മുഅക്കദായ സുന്നത്താണ്. 2ഉം 3ഉം പ്രാവശ്യം പറയുന്നത് വരെ സുന്നത്തുണ്ട്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തുടർച്ചയായിട്ട്, ഇപ്പോൾ ഉദാഹരണം ജലദോഷം പോലെയുള്ള അതല്ലെങ്കിൽ അലർജി പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. തുടർച്ചയായിട്ട് തുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രത്യേകം ഓരോ പ്രാവശ്യത്തിലും പറയൽ സുന്നത്തില്ല. എന്നാൽ സൗകര്യപ്പെടുമെങ്കിൽ ഒരാള് ചെല്ലുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കാരണം എന്താ, അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ദുആ ആണ്. അഫ്ളു ദുആ അൽഹംദുലില്ലാ എന്നാണല്ലോ. പക്ഷെ സുന്നത്തുള്ളത് ആദ്യത്തെ പ്രാവശ്യം മുഅക്കദായ സുന്നത്താണ്, 3 വർഷം വരെ സുന്നത്താണ്. പിന്നെ മുകളിലുള്ള അബു ഫാത്തിമ ആപ്പി 100 മതി. ഞങ്ങള് മൈക്ക് ആവശ്യമില്ലെങ്കിൽ കൈ ഒഴിവാക്കണം. മറ്റുള്ളവർ സമയം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് മൈക്ക് എടുക്കാതായിരിക്കും. എനിക്ക് 2 ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യാർത്ഥാക്കൾ ഇനി PM ചെയ്യുന്നവർ ഒന്ന് പിന്നെ സഹകരിക്കണം. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഒരാൾക്കൊരു ചോദ്യം PM ചെയ്താൽ മറ്റൊരാൾക്ക് PM ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കേണ്ടതുമാണ് എന്ന് അറിയിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെടും. ഉസ്താദെ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത ഒരു സഹോദരി കയ്യിൽ ധരിച്ചിരുന്ന ഒരു ഊരാൻ മറന്നിരുന്നു. അത് എന്ത് ചെയ്യും? ഇഹ്റാം ചെയ്തതിന് ശേഷം ആ ഉറ കയ്യിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്ത് ചെയ്യും? ഇനി അതിന് വല്ല ഫിദിയോ മറ്റോ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം PM വന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കയ്യിൽ ഉറ ധരിച്ച് ഇഹ്റാം ചെയ്ത് ഊരാൻ മറന്നുപോയാൽ ഓർമ്മ വന്ന ഉടനെ ഊരിക്കളഞ്ഞാൽ മതി. അതിന് ഫിദിയൊന്നും വേണ്ട. അതേ സമയത്ത് ഓർമ്മ വന്നതിന്റെ ശേഷവും ഊരാതിരുന്നാൽ അതിന് ഫിദിയ വേണം. ഫിദിയ 3-1, ഒരുപക്ഷെ 3 സ്വാഴ് ഭക്ഷ്യധാന്യം വാങ്ങി 1/2 സ്വാഴ് വീതമാക്കി 6 ആളുകൾക്ക് ധർമ്മം ചെയ്യുക. അതല്ലെങ്കിൽ 3 ദിവസത്തെ നോമ്പെടുക്കുക. അതല്ലെങ്കിൽ ഒരാടറക്കുക. ഇഷ്ടമുള്ള 3-1 ചെയ്താൽ മതി. പക്ഷെ അതെങ്ങനെ? ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയുള്ളതിന്റെ ശേഷം ഊരാതിരുന്നാൽ, ഓർമ്മയില്ലാതെ അങ്ങനെ ഇട്ടു, പിന്നെ ഇഹ്റാമിലാണെന്ന് ഓർമ്മ വന്നപ്പോൾ ഉടനെ അഴിച്ചു കളഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഫിദിയ കൊടുക്കും വേണ്ട, കുഴപ്പമില്ല. അറിഞ്ഞതിന് ശേഷം ഊരാതിരുന്നാൽ ഫിദിയ വേണം. ഓക്കെ, ആളുകൾ മൈക്കെടുത്തോളി. അവിടെ മുകളിലുള്ള ആള് ചിലപ്പോൾ വേണമെങ്കിൽ നിസ്കരിക്കാൻ പോയതോ മറ്റോ ആയിരിക്കും. അപ്പൊ അതിന്റെ അടുത്ത ആൾ എടുത്തോളി. മുകളിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ തന്നെയല്ല, അങ്ങനെ കുറെ സമയം നിൽക്കുകയാണെങ്കിൽ പിന്നെ അഡ്മിന്മാരാരെങ്കിലും അയാളെ മെല്ലെ ചെറിയ ഡോട്ട് കൊടുത്ത് താഴെ ഇറക്കിയിട്ട് ഡോട്ട് ഒഴിവാക്കുക. പിന്നെ ആള് സ്ഥലത്തുണ്ടെങ്കിൽ 2ാമത് എടുത്തോളൂ. പിന്നെ PMലുള്ള മറ്റൊരു ചോദ്യം തന്നെയാണ്. ചോദ്യകർത്താക്കൾ ഒരു ചെറിയ സഹകരണം ആവശ്യമുണ്ട്. കാരണം മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുന്നവര് മൈക്കെടുത്ത് തന്നെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ അബു ഫാത്തിമ പബ്ലിക്കലി ടെക്സ്റ്റ് അടിച്ചാൽ ഉത്തരം കിട്ടില്ല, മൈക്കെടുത്ത് ചോദിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് അറിയിക്കുന്നു. പിന്നെ എന്റെ കയ്യിൽ മൈക്കുണ്ടല്ലോ അല്ലേ? ഒരു ചോദ്യം, പിന്നെ ഭാര്യയുമായിട്ട് ഇവിടെ പല തവണ വിശദീകരിച്ചൊരു വിഷയം തന്നെയാണ്. ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പിന്നെ ഉറ ധരിക്കുന്നതിന് വല്ല ഇസ്ലാമികപരമായിട്ട് തെറ്റുമുണ്ടോ എന്ന്, അത് ഒഴിവാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉസ്താദ് വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉറധരിക്കുന്നത് പൊതുവിൽ നല്ലതല്ല. എന്നാൽ മുല ഒടിക്കുന്ന കുഞ്ഞുണ്ട്, അതല്ലെങ്കിൽ ഭാര്യക്ക് പെട്ടെന്ന് ഗർഭധാരണം വരുന്നതിന് ആരോഗ്യപരമായ വല്ല പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ രണ്ടാളുടെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് ഹലാലാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് ഹലാലാണ്. അല്ലെങ്കിൽ കറാത്താണ്. ഭാര്യന്റെ തൃപ്തിയോടുകൂടിയല്ല നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ അത് കറാത്താണ്. രണ്ടാലും ഹറാമില്ല. കറാഹത്താവുമ്പോൾ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം കുടുംബജീവിതത്തിൽ സന്തോഷം കുറയും. ലൈംഗിക ബന്ധത്തിൽ ഭാര്യയുടെ ശാരീരികമായ പ്രക്രിയ തൃപ്തികരമാകണമെങ്കിൽ ഉറ ധരിക്കാതെ പുരുഷൻ ബീജം അകത്ത് പ്രവേശിക്കുമ്പോഴാണ് പൂർണ്ണമായ ലൈംഗിക സുഖം, സന്തോഷം സ്ത്രീ അനുഭവിക്കുന്നത്. അത് തടയലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മതം കൂടാതെ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ്, എന്നാൽ ഹറാമില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ മുലകുടി സമയം ദീർഘിച്ച് കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഓപ്പറേഷൻ പോലത്തെ കാരണങ്ങളെ കൊണ്ടിട്ട് പെട്ടെന്ന് ഗർഭധരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കാണുമ്പോൾ അവിടെ ഹലാലാണ്. ഇല്ലെങ്കിൽ ഭാര്യയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലും ഹലാലാണ്. അതില്ലെങ്കിൽ കറാഹത്താണ്, ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഏതായാലും ഹറാമില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, വുളു സംബന്ധമായ ഒരു ചോദ്യമാണ്. സാധാരണ നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റ്, അതുപോലെ കുളിക്കാനുള്ള സൗകര്യം, വാഷ് ബേസിൻ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ബാത്റൂമായിട്ട് തന്നെ എടുത്തതാണ്. വുളു എടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സ്ഥലമല്ല. അപ്പൊ അതിലേക്ക് കടന്ന ശേഷം വുളു എടുക്കുമ്പോൾ വുളുവിന്റെ ദിക്റുകൾ അതിന്റെ ഉള്ളിൽ നിന്ന് ചൊല്ലാൻ പറ്റുമോ? സാധാരണ പള്ളിയിലുള്ളത് പോലെ വുളു എടുക്കാനായി പ്രത്യേകമുള്ള സ്ഥലമല്ല. ബാത്റൂം, ടോയ്ലറ്റ്, വാഷ് ബേസിൻ എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. അപ്പൊ അതിലകത്ത് കടന്ന് വുളുവിന്റെ ദിക്റുകൾ ചൊല്ലൽ സുന്നത്തുണ്ടോ, ചൊല്ലാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പുതിയ ആളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ മസലയാണ്. എന്നാലും ഇപ്പൊ എല്ലാ ദിവസവും ഒരാളാവൂലല്ലോ വരുന്നത്. മുമ്പ് കേട്ട ആളാവൂല, പുതിയ ആളാണ്. അപ്പൊ അയാളെപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് മൂന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം ഏരിയ തിരിച്ച്, ടോയ്ലറ്റ് ആയിട്ട് പ്രത്യേകം ഒരു ഏരിയ തിരിച്ച് വേർതിരിക്കുകയും അതോടുകൂടി ബാത്റൂമായി പ്രത്യേകം സ്ഥലം വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ വെച്ച് അതിലുള്ള വാഷ് ബേസിനിൽ വെച്ചിട്ട് ഉളു ചെയ്യുമ്പോൾ ദിക്ർ ചെല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ല, ഒന്നിച്ചാണ് ഉള്ളത് എങ്കിൽ നാവ് കൊണ്ട് ശരീരം കേൾക്കുന്ന നിലക്ക് ചെല്ലാൻ പാടില്ല. അപ്പൊ മനസ്സിൽ മാത്രം നടത്തിയാൽ മതി. ഓക്കെ. മുന്നിലുള്ള ആളുകൾ മൈക്ക് എടുക്കുന്നില്ലെങ്കിൽ താഴെയുള്ളവർ എടുത്തോളീൻ. സമയം വെറുതെ കളയല്ലേ. മുന്നിലുള്ളവർ ചിലപ്പോഴാണെങ്കിൽ മൈക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓരോ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോ ഈ സാധനം എടുത്താൽ കിട്ടൂല. അങ്ങനെ സമയം കളയണ്ട. മുന്നിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ താഴെയുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയൊരു സംശയം. അഥവാ സൗദിയിൽ ഞാൻ ലാൻഡറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ലാൻഡറിയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഡ്രസ്സുകള്, സൗദിയിലെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലത്തെ മാതിരി എന്ത് ചെയ്യണില്ല, ഈ ഒഴുക്കെള്ളം പാരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇതിപ്പോ നജസ് ഉണ്ട് എന്ന് അവർ പറയണൊന്നുമില്ല. അല്ലെങ്കിൽ ഇല്ല, നമ്മളൊരു ചിലപ്പോൾ നജസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ചിലപ്പോൾ ഇല്ലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അപ്പൊ അങ്ങനെ നമ്മള് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറിക്കുകയാണെങ്കിൽ ഇത് അഫു ചെയ്യപ്പെടുവോ, അല്ലെങ്കിൽ അഫു ചെയ്യപ്പെടുവോ എന്ന ഒന്ന്. അതുപോലെ തന്നെ ഈ ഡ്രസ്സുകളിൽ നജസ് ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല. അപ്പൊ ആ നിലക്ക് അത് കഴിക്കാൻ ആ ഡ്രസ്സുകൾ അതുകൊണ്ട് വൃത്തിയാവോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ആയിക്കോട്ടുന്നു. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രായോഗികമായ വിഷയമാണ്. ഈ ലോണ്ടറികളിൽ ധാരാളം ആളുകൾ അലക്കാൻ കൊടുക്കും. നജസുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങോട്ടൊഴിക്കുക തന്നെ വേണം. വെള്ളമുള്ള പാത്രത്തിലേക്ക് ഇത് അങ്ങോട്ട് ഇടാൻ പാടില്ല. ഇട്ടാൽ വെള്ളമാകെ നജസാവും. അപ്പൊ ഈ പാത്രവും ഈ വെള്ളവും ഈ വസ്ത്രവും ഒക്കെ നജസായി പോകും. പക്ഷെ അത് എവിടെയുള്ളൂ? നജസുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലേ ഉള്ളൂ. അലക്കാൻ കൊണ്ടുവരുന്ന വസ്ത്രത്തിലൊക്കെ നജസുണ്ടാവുമെന്ന് നമ്മൾ വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാണുന്ന നിലക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അലക്കി മെഷീനിൽ വെള്ളം നിറച്ചതാണെങ്കിൽ അതിലേക്ക് ഇടാതെ ആദ്യം ഒരു ബക്കറ്റിലിട്ടിട്ട് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മറ്റേ പാത്രത്തിൽ കിട്ടാൽ മതി. അങ്ങനെ നജസുണ്ടെന്ന് ഉറപ്പില്ലാത്തടത്തോളം അലക്ക് മെഷീനിൽ ഇട്ടിട്ട് അലക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അഴുക്ക് വൃത്തിയാകാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അലക്കാൻ കൊടുക്കുന്നത്, നജസ് ശുദ്ധിയാക്കാനാവൂല. അതേസമയത്ത് നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്ക് വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല, ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഏതായാലും എന്നാലും ചെറിയൊരു സാധ്യത ഉണ്ടല്ലോ, നജസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള വെറും ഊഹാണ്. ആ ഊഹം വെച്ചത് കൊണ്ട് ഈ അലക്ക് മെഷീനിൽ നിന്നിട്ടും ശരീരത്തിലോ മറ്റോ അല്ലെങ്കിൽ വസ്ത്രത്തിലേക്കോ മറ്റോ ഒന്നോ രണ്ടോ തുള്ളി വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് നജസ് ഉണ്ട് എന്ന് ഉറപ്പാകാത്തോളം കാലം നമ്മൾ ഇങ്ങനെ ഈ ഒസ്വാസ് വെച്ചുകൊണ്ട് ചെയ്യേണ്ടതില്ല. അപ്പൊ നജസ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നജസ് ഉണ്ട് എന്ന് ബോധ്യമില്ലാത്തോടത്തോളം കാലം നമ്മൾ ഈ അരക്കിയെടുത്ത ആ വസ്ത്രത്തിൽ നിന്ന് തന്നെ എന്താകാവുന്നതാണ്, നിസ്കരിക്കാവുന്നതാണ്. ഒഴുക്ക് വെള്ളം പാരൽ എന്ന് പറഞ്ഞിട്ട് പൊതുവിൽ ഒരു നിയമമൊന്നും ഇസ്ലാമിലില്ല. അത് നമ്മൾ കുറെ തെറ്റിദ്ധാരണ കൊണ്ടോ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന വിശ്വാസ. മറിച്ച് 2 കൊല്ലത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിൽ ഇട്ട് തന്നെ കഴുകുക, പകർച്ച വന്നിട്ടില്ലെങ്കിൽ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ ഈ വസ്ത്രത്തിൽ നജസ് ഉണ്ടെങ്കിൽ അതിലിട്ട് കഴുകാൻ പാടില്ല. നജസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അഭിപ്രായം ഒരു 99% നജസ് ഉണ്ടാവൂല. പിന്നെ പരമാവധി ചിലപ്പോൾ ഷെഡിയിലോ അതുപോലത്തെ അടിവസ്ത്രത്തിലൊക്കെ ചുരുക്കം ചില സാഹചര്യത്തിൽ നജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ അത് വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ഇടാൻ പാടില്ല. ഇതൊരു പാത്രത്തിലിട്ട് അതിക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക വേണ്ട. മനസ്സിലായില്ലേ? അതുമല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഴുക്ക് വെള്ളം എന്ന് പറയുന്നത് നജസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. നമ്മളെ നാട്ടിൽ അതൊരു ആചാരമായി മാറിയിരിക്കുക. എങ്ങനെ കുളത്തിലിട്ട് തിരുമ്പിയാലും വേണ്ടിയില്ല, കിണറ്റിൽ തിരുമ്പിയാലും വേണ്ടിയില്ല, ബക്കറ്റിൽ തിരുമ്പിയാലും വേണ്ടിയില്ല, ഏതായാലും അതിനൊന്നും ഒഴുക്കുവെള്ളം പാരണം. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഒസ്വാസുകളോ ആണ്. നജസ് ഉള്ള വസ്ത്രമാണെങ്കിൽ അത് ശുദ്ധിയാവാൻ തടിയില്ലാത്തപ്പോ മൂത്രം മതി പോലത്തെ നജസ്സാണെങ്കിൽ ഒരു പാത്രത്തിൽ ഈ വസ്ത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം അവിടെ പാർന്നാ മതി, എന്നാൽ തന്നെ ശുദ്ധിയാവും. അവിടെ ഒന്നും പകർച്ച വരുന്ന നജസ്സല്ലല്ലോ. അതേ സമയത്ത് അങ്ങനെ നജസ്സുള്ളത് 2 കൊല്ലത്തിൽ താഴെയുള്ള ബക്കറ്റിലെ വെള്ളം പോലത്തേക്ക് വെള്ളത്തിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ അലക്ക് മെഷീനും. അലക്ക് മെഷീനിൽ 2 കൊല്ലത്ത് തന്നെ 200 ലിറ്റർ വെള്ളം 195 ലിറ്റർ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാ അതേ സമയത്ത് വലിയ അലക്ക് കടകളിലൊക്കെ 200 250 ലിറ്ററൊക്കെ കൊള്ളുന്ന വലിയ അലക്ക് മെഷീനിൽ ഉണ്ട്. അങ്ങനെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ്സുള്ളത് ഇടുകയാണെങ്കിൽ ആ വെള്ളം നജസായി പോകും. ആ നജസ് ഉണ്ട് എന്ന് അറിഞ്ഞെങ്കിലേ ഉള്ളൂ. കൊണ്ടുവരുന്ന വസ്ത്രത്തിലൊക്കെ നജസ് ഉണ്ടാവുമെന്ന് നമ്മൾ ഊഹിക്കേണ്ട ആവശ്യമില്ല. അസ്സലാമു ജുമാ സംബന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കാനാണ്. ജുമാക്ക് 1 റക്അത്ത് കിട്ടിയാൽ ജുമാ കിട്ടുമോ എന്നുള്ളതാണ് സംശയം. ഒരു സഹീഹായ ജുമായിൽ 1 റക്അത്ത് പൂർണ്ണമായി ഇമാമിനോട് കൂടി കിട്ടിയാൽ ജുമാ കിട്ടും. സഹീഹായ ജുമയിലായിരിക്കണം. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 40 ആള് നിയമപ്രകാരമുള്ള നിശ്ചിത 40 ആളുകളെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ ഒരാള് വന്നത് 2 റക്അത്തിലാണ്.
നേരത്തെ തന്നെ 40-ലധികം ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു ജുമായിൽ ഒരാൾ ലാസ്റ്റാ എത്തിയത്. അയാൾ എത്തിയപ്പോക്ക് ഇമാം 2-ാം റക്അത്തിലാണ്. ആ 2-ാം റക്അത്ത് ഇമാമിന്റെ കൂടെ അവന് കിട്ടി. എന്നിട്ട് ഇമാം സലാം വീട്ടി. അതിന്റെ ശേഷം ഇവൻ എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ജുമാ കിട്ടും. ഇനി അങ്ങനെയല്ല, ഇമാം കുറെ നീട്ടി നിസ്കരിക്കുന്ന ആളാണ്, ഇയാൾക്ക് തിരക്കുണ്ട്. അപ്പോ 1-ാം റക്അത്തിൽ ഇമാമിന്റെ കൂടെ തുടർന്ന് നിസ്കരിച്ചു. ഒരു റക്അത്ത് കഴിഞ്ഞപ്പോഴേക്ക് സമയം വളരെ നീണ്ടു. ഇയാൾക്ക് എന്തോ തിരക്കുണ്ട്. എന്നാൽ വേഗം ഇമാമുമായി വിട്ടുപിരിഞ്ഞു. ഒരു റക്അത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ച് സലാം വീട്ടി. ഇമാമ് പിന്നീടാണ് സലാം വിട്ടുന്നത്, എന്നാലും വേണ്ടി. അപ്പൊ ഒരു ജുമാ സഹിയാവണം. അതോടുകൂടി ഒരു റക്അത്ത് പൂർണ്ണമായി ഇമാമിനോട് കൂടി കിട്ടുകയും വേണം. അത് 1-ാം റക്അത്തിൽ ജമാഅത്ത് കിട്ടിയാലും വേണ്ടിയില്ല, 2-ാം റക്അത്തിൽ ജമാഅത്ത് കിട്ടിയാലും വേണ്ടിയില്ല. ജുമാ സഹിയായിരിക്കണം. സഹിയായ ജുമയിൽ ഒരു റക്അത്ത് ഇമാമിനോട് കൂടെ പൂർണ്ണമായി കിട്ടുകയും വേണം. അങ്ങനെ കിട്ടിയാൽ പിന്നെ ഒരു റക്അത്ത് ബാക്കി നിസ്കരിച്ചാൽ മതി, ജുമാ കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ഉപകാരപ്രദമായ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഉസ്താദേ, ഒരു ഗ്യാസിന്റെ മൃഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചാണകം അലക്ക, അതിൽ നിന്നുണ്ടാവുന്ന ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുന്ന നജസുമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മറുപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അത് ഇന്നലെ കാര്യമായിട്ട് ഞങ്ങൾ ഓതിയ വിഷയം. ഇന്നലെ നിങ്ങൾ ആ സമയത്ത് ഉണ്ടാവില്ല, വേണ്ട. കാരണം നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, തുടക്കം മുതൽ അവസാനം വരെ എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ കഴിയൂല. പലരും തിരക്കുള്ളവരും ജോലി ഉള്ളവരും ഒക്കെയാണ്. അപ്പോ ഇന്നലെ ഓതിയ ഭാഗത്ത് തന്നെ ആ ഭാഗം പ്രത്യേകം പറഞ്ഞിരുന്നു. ചാണകം പോലെയുള്ള വസ്തുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്യാസ് അത് അടുപ്പിൽ കത്തിക്കുകയോ വിളക്കായി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യൽ ജായിസാണ്. ഗ്യാസ് ആ നീരാവി ത്വാഹിറാണ്, അത് നജസല്ല. ഒരു കുപ്പിയിൽ അങ്ങനെയുള്ള നീരാവി ശേഖരിച്ച് ആ കുപ്പി ഇവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീശയിൽ ഇട്ടുകൊണ്ട് അത് ചുമന്നുകൊണ്ട് നിസ്കരിക്കൽ വരെ സഹീഹാണ്. അത് നജസല്ല, ത്വാഹിറാണ്. അത് അടുക്കള ആവശ്യത്തിന് വേണ്ടി കത്തിക്കാം, വിളക്കിന്റെ ആവശ്യത്തിന് വേണ്ടി കത്തിക്കാം, ഒക്കെ ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അത് വ്യക്തമായി ഇന്നലെ ഓതിയ ഭാഗത്ത് വന്നതാണത് വിഷയം. ആയിക്കോട്ടെ, ഇന്നലെ ഇല്ലാത്ത ആളായിരിക്കും, അതുകൊണ്ടാണ് രണ്ടാമതൊരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞത്. ഓക്കെ. നജസ് കത്തിച്ചാൽ അത് നജസാണ്. അതേസമയത്ത് നജസിൽ നിന്നുള്ള നീരാവി ത്വാഹിറാണ്. ഈ നീരാവിയിൽ നിന്നിട്ടാണ് ഈ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നജസിനെ അത് ഉദാഹരണം പറഞ്ഞാൽ ചാണകം ഉണക്കിയിട്ട് അത് കത്തിക്കുകയാണെങ്കിൽ ആ പുക നജസാണ്. കാരണം ചാണകം കത്തിയിട്ട് വരുന്ന പുക ചാണകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് നജസാണ്. കുറഞ്ഞ കഫം ഉണ്ടാവും, അധികരിച്ചാൽ പറ്റൂല. അതേസമയത്ത് നീരാവി ത്വാഹിറാണ്. അത് കത്തിക്കുകയോ വിളക്ക് കത്തിക്കുകയോ അടുപ്പിൽ കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. അത് നജസല്ല. അത് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ പോലും നിസ്കാരം സഹിയാകും എന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്ജീവിനെ കുറിച്ചുള്ള ഒരു കമന്റ് വന്നപ്പോൾ അതിനെ കുറിച്ച് പറയാൻ. എസ്ജീവി എന്നും മുകളിൽ ഉണ്ടാവാറുണ്ട്. ഉണ്ടാകുന്ന സമയത്ത് എസ്ജീവിനെ കാണാനിട്ടാണ് എന്ന് കൂടി ഉണർത്തുന്നു. എസ്ജീവി എപ്പോഴും പിന്നോട്ട് പോകാറില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ചോദ്യത്തിലേക്ക് വരുന്നു. പിന്നെ ഇവിടെ ചോദിച്ചത് ഉസ്താദേ, നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകാൻ പാടുണ്ട്? കാരണം അങ്ങനെ ചോദിക്കുന്ന കാരണം നിസ്കരിക്കുന്ന സൊഫിൽ മുന്നിൽ ഉണ്ടാവും ആള്. അങ്ങനെ പിന്നെ അയാൾ രണ്ടാമത് എണീച്ച് നിൽക്കുമ്പോൾ ഈ അതിന്റെ മുമ്പ് നിന്നിരുന്ന ആളെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അയാൾ എണീച്ച് പോയാൽ അവിടുത്തെ മറ നഷ്ടപ്പെടൂലേ? ഒരുവൻ എണീറ്റ് പോയാൽ മറയുള്ള സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ ആൾക്ക് നീങ്ങി നിസ്കരിക്കേണ്ടതുണ്ടോ? മാറി നിൽക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അതൊരു പൊതുമസലല്ല. സൊഫുകളായി നിസ്കരിക്കുമ്പോൾ ബേക്കിലെ സൊഫിൽ പിന്തുടർന്ന ആളുകൾ നിസ്കരിക്കുക എന്നതിന്റെ സമയത്ത് മുമ്പിലുള്ള സൊഫ് നിസ്കാരത്തിൽ സലാം വീട്ടിയപ്പോൾ അവരെഴുന്നേറ്റ് പോയാൽ ബേക്കിലുള്ള ആള് അതിന് ഉത്തരവാദിയല്ല. മുമ്പുള്ള സൊഫിനെ തൊട്ടടുത്ത് നിന്നതായതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന് മറയുണ്ട്. അതുകൊണ്ട് മറയില്ലാതെ നിസ്കരിക്കുക എന്ന കറാഹത്ത് അയാൾക്ക് വരുന്നതല്ല. എന്നാൽ
അധികമായ പ്രവൃത്തി വരാത്ത നിലക്ക് മറയുള്ള സ്ഥലത്തേക്ക് നിൽക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അതില്ലാതിരുന്നാൽ കറാഹത്ത് വരൂല. കാരണം അയാളടുത്ത് തക്സീർ അഥവാ വീഴ്ചയില്ല. നേരത്തെ ഉണ്ടായിരുന്ന സൊഫിന്റെ തൊട്ട് താഴെ നിന്ന് നിസ്കരിച്ചപ്പോൾ അയാൾക്ക് മറയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ നിസ്കാരം പിന്തുടർന്നതുകൊണ്ട് മുൻപിലുള്ള ആളുകളുടെ നിസ്കാരം നേരത്തെ കഴിഞ്ഞതുകൊണ്ടും അവരെഴുന്നേറ്റ് പോകുന്നത് ശറയിൽ അനുവദനീയമായ മാർഗമായത് കൊണ്ട് ഇയാൾ കൽപ്പിക്കപ്പെട്ട മറ സ്വീകരിച്ച ആളായതുകൊണ്ടും അയാളടുക്കൽ വീഴ്ചയില്ല. അതുകൊണ്ട് കറാത്ത് വരുന്നതല്ല. മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ അധിക പ്രവൃത്തി വരാതെ മറയുടെ അടുത്തേക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത് തന്നെ. വരുമ്പോഴേ ചോദ്യം ചോദിക്കാൻ ഒരുപാട് കെട്ടി നിൽക്കുകയാണ്. വേഗം എടുത്ത് ചോദിക്കാൻ പിന്നെ നമ്മളൊക്കെ ഇടക്കൊന്ന് ചാടിപ്പോളും. കാരണം ഇവിടെ കണ്ടമാനം ചോദ്യം വന്ന് കിടക്കുന്നുണ്ട്. ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് പുരികം മൈക്കെടുത്ത വിഎമ്മിനെ ചോദിക്കാൻ ചോദ്യം പറഞ്ഞു. പുരികവും അതേപോലെ തന്നെ ചുണ്ടിന്റെ താഴെ ഉണ്ടാകുന്ന താടിമേലൊക്കെ ഉണ്ടാകുന്ന രോമം നീക്കം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഇല്ലാത്ത താടി മീശ പോലെയുള്ളത് ഉണ്ടാകുകയാണെങ്കിൽ അത് നീക്കാവുന്നതാണ്. പുരുഷന്റെ താടിയുടെ ഹുക്കുമ് സ്ത്രീക്കില്ല. എന്നാൽ കൃത്രിമ സൗന്ദര്യം വരുത്താൻ വേണ്ടിയിട്ട് നിലവിലുള്ള രോമം വ്യത്യസ്ത രൂപത്തിലേക്ക് മാറ്റിമറിക്കുന്നത് നല്ലതല്ല. അതല്ലാതെ പുതാന ഒരു സ്ത്രീക്ക് മീശ വന്നു, അല്ലെങ്കിൽ കീച്ചുണ്ടിൽ രോമം വന്നു, അല്ലെങ്കിൽ താടിയുടെ മേൽ രോമം വന്നു, അത് കളയാവുന്നതാണ്. നിസ്കരിക്കുമ്പോ മുട്ടുപൊക്കളിനിടയിൽ മറക്കേണ്ടത് ഒറ്റ വസ്ത്രം തന്നെ കൊണ്ടാകണോ? അല്ല പാന്റ് ധരിക്കുന്നവര് പാന്റും ഷർട്ടും രണ്ടും കൂടി ആയാൽ മതി അവസ്ഥ? ബൈക്ക് വിടാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ചോദ്യം കഴിഞ്ഞാൽ രണ്ടാമത് നമ്മള് മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് അതേ പോയിന്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നിങ്ങളെ മൈക്ക് റിലീസ് ആവുള്ളൂ. അത് മറന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചോദ്യപ്പം എന്തേനി അയാ മറന്നും ചെയ്തു എന്റെ അടുക്ക്. എന്തേനി ചെയ്ത ചോദ്യം? ഔറത്ത് മറക്കണേ. ഔറത്ത് മറക്കണേ. മുട്ടുപൊക്കളുടെ പുരുഷനെ സംബന്ധിച്ച് നിസ്കാരത്തിലെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലമാണ്. അത് ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഔറത്ത് മറക്കുന്നതിന്റെ ഷർത്ത് ചുറ്റുഭാഗത്തിൽ നിന്നും മോൾ ഭാഗത്തിൽ നിന്നും മറഞ്ഞിരിക്കണം. അപ്പൊ മോൾ ഭാഗത്ത് നിന്ന് ഔറത്ത് വെളിവാകുന്ന സാഹചര്യം വരാതെ ഷർട്ടും പാന്റും കൂടി ഉപയോഗിച്ചു. ഉദാഹരണം ഇൻസൈഡ് ചെയ്തു, ബനിയനോ അതല്ലെങ്കിൽ ഷർട്ടോ ഈ പാന്റിന്റെ ഇൻസൈഡ് ചെയ്തു. അങ്ങനെ റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ സ്വാഭാവികമായും പാന്റ് അല്പം കീപ്പോട്ട് ഇറങ്ങും. പക്ഷെ ആ ഇറങ്ങുന്ന സമയത്ത് ഈ ഷർട്ട് കൊണ്ട് മറിയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ചുറ്റുഭാഗവും മറിഞ്ഞിട്ടുണ്ട്, മേൽഭാഗത്തുനിന്നും മറിഞ്ഞിട്ടുണ്ട്. അടിഭാഗത്തിൽ നിന്ന് മറിയേണ്ട ആവശ്യമില്ല. ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറയണം എന്ന് ഷർത്തും ഇല്ല. പക്ഷേ ഇൻസൈഡ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എന്ത് വരും? റുക്കോയിൽ പോകുമ്പോഴോ സുജൂദ് പോകുമ്പോ ഒക്കെ സ്വാഭാവിക വസ്ത്രത്തിന് വലിച്ചിൽ വരുമ്പം പാന്റ് അല്പം കീപ്പോട്ടിറങ്ങും, കുപ്പായം മേപ്പോട്ട് കയറാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഔറത്തിന്റെ ഭാഗം വെളിവായാൽ സഹിയാവൂല. അത് വരാതെ ബനിയനോ അതല്ലെങ്കിൽ കുപ്പായോ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ പാന്റ് അല്പം കീപ്പോട്ട് ഇറങ്ങിപ്പോയാലും ആ ഭാഗം ഷർട്ട് കൊണ്ട് അല്ലെങ്കിൽ ബനിയൻ കൊണ്ട് മറഞ്ഞാൽ നിസ്കാരം സഹിയാകും. ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്ത്രം കൊണ്ട് തന്നെ ഔറത്ത് മറച്ചു കൊള്ളണം എന്നില്ല. മുട്ടുപൊക്കളുടെ ചുറ്റുഭാഗത്തിൽ നിന്നും മേൽഭാഗത്തിൽ നിന്നും മറഞ്ഞാൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും.
ഉസ്താദ്, ഈ ചാണകം പോലത്തെ സാധനങ്ങൾ വിൽക്കാനും അതുപോലെ കൃഷി ആവശ്യത്തിന് അത് വാങ്ങാനും പറ്റുമോ? അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴിക്കാട്ടം തുടങ്ങിയതൊക്കെ നജസാണ്. നജസ് വിൽക്കാനും വാങ്ങാനും പാടില്ല, പക്ഷേ ഉപയോഗിക്കാം. അപ്പൊ പിന്നെ എന്ത് വേണം? ഒരു പക്ഷേ ഹിബത്ത് അഥവാ ദാനമായിട്ട് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാം. കച്ചവടം എന്ന നിലക്ക് വിൽക്കാനും വാങ്ങാനും പാടില്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടാമത്തെ ഒരു കൗലുണ്ട്. അതുപോലെ മാലിക്കി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ ഭക്ഷ്യയോഗ്യമായ കോഴി, ആട്, പശു, എരുമ പോലെയുള്ള മൃഗങ്ങളുടെ മലവും മൂത്രവും നജസല്ല എന്ന കൗലുണ്ട്. അത് ഷാഫി മദ്ഹബിലും ഒരു രണ്ടാമത്തെ കൗലാവുന്ന ചില ഇമാമിങ്ങളുടെ കൗലുണ്ട്. ആ കൗലെടുത്തുകൊണ്ട് വേണമെങ്കിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. പക്ഷേ ഷാഫി മദ്ഹബിലും മുഅ്തമദ് അനുസരിച്ച് അത് നജസാണ്, നജസ് വിൽക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ പിന്നെന്താക്കണം? ദാനമാക്കണം. സാധനം ദാനം കൊടുത്തു, തിരിച്ചൊരു സംഖ്യ അങ്ങോട്ടും ദാനം കൊടുത്തു, അതിന് കുഴപ്പമില്ല. കച്ചവടമായിട്ട് വില പറഞ്ഞ് വിറ്റ് വാങ്ങാൻ പാടില്ല. രണ്ടാം കൗലെടുത്ത് അമൽ ചെയ്യാ, അതല്ലെങ്കിൽ ഹനഫി മദ്ഹബോ മാലിക്കി മദ്ഹബോ എടുത്ത് അമൽ ചെയ്യാം. അവരൊന്നും മദ്ഹബില് തിന്നാൻ പറ്റുന്ന മൃഗങ്ങളുടെ മലവും മൂത്രവും നജസല്ല. നജസല്ലാത്ത വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. എന്റെ ചോദ്യം ഉസ്താദെ, ഈ മൂത്രം അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ തരിതരിയായിട്ട് വരുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ കുളി നിർബന്ധമുണ്ടോ? വേറൊന്ന്, എന്റെ മകന്റെ കാര്യം പറയാനാണ്. അവന് മുടി ഈ പിന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു. അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പം പിന്നെ പോസിറ്റീവായിട്ട് വന്നത്. പിന്നെ സിറാജുൽ ഹുദയിൽക്ക് പൈസ ഒക്കെ നെയ്യത്താക്കി ദുആ ചെയ്യാനൊക്കെ പറഞ്ഞപ്പം പിന്നെ നമ്മളെ ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് രണ്ടാമതൊന്ന് ചെക്കിങ്ങിന് പോയപ്പോൾ അങ്ങനൊന്നും ഇല്ല. അൽഹംദുലില്ലാ, ദുആ ചെയ്യണം പ്രത്യേകം. എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ദുആസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി നല്ല സുഖവും ആഫിയത്തും റാഹത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളിലായി ഒരുപാട് കാലം പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ദീർഘായുസും അല്ലാഹു തആല കുട്ടിക്ക് നൽകുമാറാകട്ടെ. രക്ഷിതാക്കൾക്കും കുടുംബത്തിനും സമുദായത്തിനും ഒക്കെ ദുന്യാവിലും ആഖിറത്തിലും ഫലം കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ മൂത്രമൊഴിച്ചതിന് ശേഷം കൊഴുപ്പുള്ള ഒരു ദ്രാവകം ഇങ്ങനെ തരിയായിട്ട് വരുന്നു എന്നാ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് വദി എന്ന് പറയുന്ന വസ്തുവാണ്. അത് നജസാണ്, മൂത്രം പോലെ തന്നെ. കഴുകി കളഞ്ഞാൽ മതി, കുളി നിർബന്ധമില്ല. അത് ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായി എന്ന് വരും, ചിലപ്പോൾ ശരീരം നല്ലോണം ക്ഷീണിച്ച് ഉഷ്ണിക്കുന്ന സമയത്ത് ഉണ്ടായി എന്ന് വരും, ചിലപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടായി എന്ന് വരും. അത് ഏതായാലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല. അതാണ് വദി എന്ന് പറയുന്ന നജസ്. അത് കഴുകി ശുദ്ധിയാക്കിയാൽ മതി. ഉദു കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഉദു മുറിയുന്നു അത്ര, അപ്പൊ രണ്ടാമത് ഉദു കൊടുക്കേണ്ടി വരും. ഉദു കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ കഴുകിയാൽ മതി. ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കഴുകിയാൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിന് ഞാൻ ഉണ്ടായിരുന്നു. സൂറത്ത് നൂറിലെ ഒരായത്ത് ഉസ്താദ് മിനിഞ്ഞാന്ന് വിശദീകരിച്ചിരുന്നു. അൽ ഖബീസാത്തുൽ ഖബീസീന എന്നുള്ളത്. അപ്പൊ അതേ സൂറത്തിലെ മറ്റൊരായത്താണ് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ വഹുജ്ജിമ ദാലിക അലൽ മുഅ്മിനീൻ. ഇതെന്താ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞെന്താണ് അത് സംശയം? അസ്സലാമു അലൈക്കും. പറഞ്ഞത് വഹുജ്ജിമദാലിക്കൽ മുഅ്മിനീൻ. വ്യഭിചാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് കടുത്ത ഹറാമാണ്.
അത് മുസ്ലിമായ സ്ത്രീക്കോ പുരുഷനോ പാടില്ല എന്ന. അസാനിയത്തു അസാനിയിലായെങ്കോ ഇല്ല സാനിയത്തൻ എന്ന് പറഞ്ഞാൽ അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരി ഒരു വ്യഭിചാരിണിയോടായിരിക്കുമല്ലോ. അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല, മുശ്രിക്കായ ആളുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കിനെ കെട്ടണം എന്നോ വ്യഭിചരിക്കുന്ന സ്ത്രീയെ കല്യാണം കഴിക്കണമോ എന്നല്ല പറയുന്നത്. മറിച്ച് അതാണ് അതിന്റെ അനുയോജ്യത എന്ന് പറഞ്ഞാൽ, വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യന് ഒരു സ്വാലിഹത്തായിരിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു പുരുഷന് വ്യഭിചാരിണിയായിരിക്കുന്ന ഒരു സ്ത്രീ എന്നത് അനുയോജ്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്വഭാവം പകർച്ചവ്യാധിയാണ്. ഒരുത്തൻ വ്യഭിചരിച്ചാൽ അവന്റെ ഭാര്യയും വ്യഭിചരിക്കാൻ ഇടവരും, ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അവന്റെ ഭർത്താവും വ്യഭിചരിക്കാൻ ഇടവരും, ഭാര്യയും ഭർത്താവും വ്യഭിചരിച്ചാൽ അതിലുണ്ടാവുന്ന കുട്ടികളും വ്യഭിചരിക്കാൻ ഇടവരും. അതൊരു പകർച്ചവ്യാധി രോഗമാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ സംബന്ധിച്ച് വ്യഭിചാരം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഭാഗത്തു നിന്നായാലും പുരുഷന്റെ ഭാഗത്തു നിന്നായാലും അത് കഠിനമായ ഹറാമാവുന്നു, വിരോധിക്കപ്പെട്ടതാവുന്നു എന്ന്. ഒരു ചെറിയ ചോദ്യം കൂടി ഉണ്ട്. അഥവാ നമ്മള് കോഴി അല്ലെങ്കിൽ ആട് ഇതൊക്കെ അറുത്ത് കഴിഞ്ഞിട്ട് അത് കേകി വെച്ചതിന് ശേഷം ചിലപ്പോൾ രക്തം ഒഴിക്കാറുണ്ട്. ഈ രക്തം ഡ്രസ്സിലായാല് അത് നൈസാണോ? അതൊന്ന്. മറ്റൊന്ന്, നമ്മള് അറുത്ത സമയത്ത് വരുന്ന രക്തം അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്കൊന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് എടുക്കാണ്ട് അത് ഉപയോഗിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് എന്നോട് വിവരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അറുത്ത മാംസം, ആ മാംസം ഒലിക്കുന്ന രക്തം പോയി കഴിഞ്ഞാൽ കഴുകാതെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ മാംസത്തിലും എല്ലിലും ഒക്കെ പുരണ്ട് കിടക്കുന്ന രക്തം വിടുതി ചെയ്യപ്പെടും, അഫ്വാണ്. അതേ സമയത്ത് മാംസം കഴുകിയാൽ അത് പിന്നെ രക്തം പോയി ശുദ്ധിയാകുന്നത് വരെ കഴുകൽ നിർബന്ധമാണ്. കഴുകിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കഴുകിയാൽ പിന്നെ രക്തം പോകണം. അപ്പൊ ഒഴുക്ക് വെള്ളം പാർന്ന് അതല്ലെങ്കിൽ ഈ ഓട്ടയുള്ള കൊട്ട പോലത്തെ പാത്രത്തിലിട്ട് കഴുകി നമ്മൾ വെള്ളം പാർന്നിട്ട് രക്തത്തിന്റെ കളർ പോകുന്നത് വരെ കഴുകി അങ്ങനെ വെച്ചു. അതോടുകൂടി മാംസം ശുദ്ധിയായി. എന്നാലും ഇത് ഒരു പാത്രത്തിന്റെ മുകളിലോ മറ്റോ വെച്ചാൽ ലാസ്റ്റ് അതിൽ നിന്നിട്ട് കിരിഞ്ഞിറങ്ങുന്ന ആ വെള്ളം രക്തത്തിന്റെ കളർ ഉണ്ടാവും, അത് നജസ് തന്നെയാണ്. അതേസമയത്ത് മാംസം ശുദ്ധിയായിട്ടുണ്ട്, പക്ഷെ ഇത് രക്തത്തിന്റെ ശുദ്ധമായ കളറുള്ള വെള്ളം ഒരുക്കൂടിയാൽ അത് രക്തം കലർന്നത് കൊണ്ട് നജസാണ്. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകേണ്ടതാണ്. ഇനി അറക്കുന്ന മൃഗത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തം ഒലിച്ച് പുറത്തു വന്നാലും അതിന്റെ മുമ്പ് ഒലിച്ചു വരുന്ന സമയത്തും ഒക്കെ നജസാണ്. രക്തം എല്ലാ അവസരത്തിലും നജസാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. അതേസമയത്ത് ഒലിക്കാത്ത മാംസത്തിൽ പുരണ്ട് കിടക്കുന്ന രക്തത്തിന് കുഴപ്പമില്ല, അത് അഫ്വ് ചെയ്യപ്പെടും. അതോടുകൂടി മാംസം ഉപയോഗിക്കാം. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു ചോദ്യം വന്ന്, ആര് വിളിക്കുകയാണെന്നുവെച്ചെങ്കിൽ എന്ത് മൈക്ക് കൂടെ ശബ്ദം കേൾക്കുന്നത്, ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഫോൺ എടുക്കുള്ളൂ. ഒരു സ്ത്രീക്ക് ഹൈള് ആണ് എന്ന് കരുതി 15 ദിവസം നിസ്കാരം ഒഴിവായി, അങ്ങനെ 16ാമത്തെ ദിവസവും രക്തം കണ്ടാൽ വേർതിരിച്ച് നിസ്കാരം ഖളാ വീട്ടണമല്ലോ. അപ്പോൾ ഈ നിസ്കാരം മുഴുവൻ ഖളാ വീട്ടുന്നതിന് മുമ്പ് ദിവസവും ഓതുന്ന ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേർതിരിച്ച് കണ്ട് ഇന്നത്ര ദിവസം ഹൈലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ ഇസ്തിഹാദത്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്ര ദിവസത്തെ നിസ്കാരം പിന്നെ ഖളാ വീട്ടണം. അത് ഉദ്ർ കൊണ്ട് ഖളാ ആയതായതുകൊണ്ട് വേഗത്തിൽ ഖളാ വീട്ടൽ സുന്നത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പതിവായി ഓതുന്ന ഖുർആന് മറ്റ് ദിക്റുകൾ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് ഉദ്ർ ഇല്ലാതെ ഖളാ ആയ നിസ്കാരമാണെങ്കിൽ അത് വീട്ടുന്നത് വരെ മറ്റ് സുന്നത്തായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അത് വീട്ടുക വേണ്ടത്. ഇവിടെ അതല്ല, ഇവിടെ അവർക്ക് ഉദ്റുണ്ട്, ഉദ്ർ കൊണ്ട് ഖളാ ആയതാണ്. അതുകൊണ്ട്
വേഗത്തിൽ നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വുജൂബില്ലല്ലോ. മുബാദറത്ത് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ തീർക്കൽ വുജൂബില്ല, ഉദ്ർ കൊണ്ട് സംഭവിച്ചതായത് കൊണ്ട് സുന്നത്തേ ഉള്ളൂ. എന്നാലും കഴിയുന്നത്ര വേഗത്തിൽ വീട്ടിൽ തന്നെയാണ് നല്ലത്. ഒരു സംശയം ചോദിക്കുന്നത്, അതായത് നമ്മുടെ അടുത്തുള്ള പള്ളിയില് ജമാഅത്തെ അവിടുത്തെ ഇമാം മുബത്തദിയ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഇമാമിനെ തുടരുന്നത് നന്നല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? അങ്ങനെ തുടരണോ തുടരണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ ഈ മുബത്തദി എന്ന് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാല് വലിയ ഉപകാരം. ശബ്ദം വളരെ കുറവാണ്. ആട്ടെ, സമീപത്തുള്ള പള്ളിയിലെ ഇമാമ മുബത്തദിയാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുന്നോ അതല്ല ഒറ്റക്ക് നിസ്കരിക്കണോ എന്നാ സുഹൃത്തിന്റെ ചോദ്യം. പിന്നെ മുബത്തദി എന്ന് പറഞ്ഞാൽ ആരാണ്? മുബത്തദി ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ തുടരാതെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ. എന്നാൽ മുബത്തദി ആണെങ്കിൽ പോലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും അയാളിൽ നിന്നിട്ട് വരുന്നില്ലെങ്കിൽ തുടർച്ച സഹിയാവും, തുടർന്ന് നിസ്കരിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ. മുബ്തദി എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ തുടങ്ങിയ മുൻഗാമികളുടെ വിശ്വാസത്തിന് വിപരീതമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർക്കാണ് സാങ്കേതികമായി മുബ്തദി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മുൻഗാമികളായ സ്വഹാബത്ത്, താബിഈങ്ങൾ അവരൊക്കെ വിശ്വസിച്ചു പോകുന്നതിനെതിരായ വല്ല വിശ്വാസങ്ങളും അല്ലാഹുവിനെ പറ്റി വിശ്വസിക്കുന്നതിനോ അതുപോലെ തന്നെ നബിമാരെ പറ്റി വിശ്വസിക്കുന്നതിനോ മലായിക്കത്തിനെ പറ്റിയോ കിതാബിനെ പറ്റിയോ ഖദറിനെ പറ്റിയോ ഖിയാമത്ത് നാളിനെ പറ്റിയോ ഒക്കെ ഉള്ള വിശ്വാസത്തിൽ മുൻഗാമികളായ സ്വഹാബത്ത്, താബിഈങ്ങൾ തുടങ്ങിയ മഹാന്മാരായ ഇമാമിയങ്ങൾ വിശ്വസിച്ചു പോകുന്നതിന് വിപരീതമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്കാണ് സാങ്കേതികമായി മുബ്തദി എന്ന് പറയുക. അങ്ങനെയുള്ള വിശ്വാസമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. എന്നാൽ അതിൽ തന്നെ കാഫറായി പോകുന്ന ചില മുബ്തദീങ്ങളുണ്ട്, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം തന്നെ ശരിയാവില്ല. എന്നാൽ കാഫർ ആകാത്ത തരത്തിലുള്ള ചില മുബ്തദീകളുണ്ട്, അവരെ തുടർന്നാൽ നിസ്കാരം സഹിയാകുമെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കലാണ് കൂടുതൽ നല്ലത്. ഓക്കെ, ഉസ്താദ് ഒരു ചോദ്യം ഉസ്താദ് ഈ നിസ്കാരത്തിന് ഫളം നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 രകാത്തിലെ 3 രകാത്തിലെ മറന്നുപോയി സലാം വെട്ടി. എന്നാൽ ആ നിസ്കാരത്തിന് സലാം വിട്ടാൽ മുന്നോട്ട് പോകണം ഉസ്താദ്, മടക്കി നിസ്കരിക്കണമെന്ന് ചോദിച്ചു ഉസ്താദ്. പിന്നെ ജോലിയുടെ ഹൈറിന് വേണ്ടി പ്രത്യേക ദുആ ഉസ്താദ്. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയിലൊക്കെ ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരട്ടെ. മറന്നുകൊണ്ട് ഒരാള് നിസ്കാരത്തിന്റെ 4 റക്അത്തുള്ള നിസ്കാരത്തിന്റെ 3-ാമത്തെ റക്അത്തിലോ 2-ാമത്തെ റക്അത്തിലോ മറന്നുകൊണ്ട് സലാം വീട്ടിപ്പോയി. സലാം വീട്ടിയതിന് ശേഷം ഓർമ്മ വന്നു, വുളൂ മുറിയുന്നിട്ടില്ല, അധിക സമയം ദീർഘിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള 1 റക്അത്ത് കൂടി എഴുന്നേറ്റ് നിസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ്, സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. കാരണം മറന്നുകൊണ്ട് സലാം വീട്ടിയ നിസ്കാരം ബാത്തിലാവൂല. അപ്പൊ ഓർമ്മ വന്നാൽ വേഗം എഴുന്നേറ്റ് 1 റക്അത്തും കൂടി നിസ്കരിച്ച് സുജൂദ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് 2 സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. ഓക്കെ, സമയമില്ലേട്ടോ, ബാങ്ക് കൊടുക്കാനായി. ഇവിടെ 2-3 മിനിറ്റ് സമയമുണ്ട്, മതിയാക്കുകയാണെങ്കിൽ ശരി. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ആരാ വല്ല എമർജൻസി കേസുള്ളവരുണ്ടെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു ചാൻസും തരാം. അത് ആരാ എടുക്കാന്ന് എനിക്ക് പറയാൻ പറ്റൂല, വളരെ എമർജൻസി ആണെങ്കിൽ. അല്ലെങ്കിൽ സമയമില്ല, കാരണം ബാങ്ക് കൊടുക്കാൻ ഇനി 3 മിനിറ്റ് ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, ഒരു സഹോദരൻ ചോദിച്ചതാണ്. അദ്ദേഹം പർച്ചേസ് മാനേജറാണ് വലിയ ഹൈപ്പർ മാർക്കറ്റില്. അദ്ദേഹത്തിന് ജോലി അവിടെ സാധനങ്ങൾ, കാർട്ടൂണുകൾ വന്നാൽ അത് വന്നു എന്ന്
പേപ്പറിൽ സൈൻ ചെയ്യലാണ്. അപ്പൊ ആ വരുന്ന പല സാധനങ്ങളും വരുന്നുണ്ട്, അതിന്റെ കൂട്ടത്തില് കള്ളും വരുന്നുണ്ട് പാക്കറ്റായിട്ട്. പക്ഷെ വിൽപ്പനയോ മറ്റുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല. അദ്ദേഹം ഇത് ഇവിടെ ഈ കടയിൽ എത്തി എന്നുള്ളതിന് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കൽ മാത്രമാണ്. ആ ജോലി ഹലാലാവോ അതാ ഹറാമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹറാമല്ല, എന്നാൽ ശുഭത്ത് വരുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഹറാമല്ല എന്ന് പറഞ്ഞാൽ കാരണം അയാൾ ആ ബിസിനസ് ചെയ്യുന്നില്ല, പിന്നെ ഹലാലായ ഒരുപാട് വസ്തുക്കൾ വരുന്നുണ്ട്, കൂട്ടത്തിൽ ഹറാമായ വസ്തു വരുന്നുണ്ട്. ഈ വസ്തുക്കൾ ഇവിടെ എത്തി എന്ന് അടയാളപ്പെടുത്തുന്ന ജോലി ഹറാം ഏതായാലും അല്ല. ശുഭത്തിന്റെ ചെറിയൊരു പ്രശ്നം വരും, അത് സൂക്ഷ്മതക്കെതിരാണെങ്കിൽ പോലും ഹറാമിന്റെ ഹുക്കുമ് വരുന്നതായിട്ട് അതിൽ കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ വീണ്ടും കാണാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമായ